വെൽക്കം ടു അപ്പൊ അങ്ങനെ നോമ്പ് കൊടുക്കാൻ വേണ്ടി പരച്ചേക്ക് വെച്ച് ഫുഡ് അങ്ങനെ സുബേഷിട്ടാണ് പോയി ഒറ്റ കട അങ്ങനെ ഉറങ്ങിച്ചിട്ടോ അപ്പോഴാണ് വെള്ളിയാഴ്ച കണ്ടില്ലെന്ന് വേണ്ട നോമ്പാലിച്ച് പല്ലേക്കാൻ ശീലം കണ്ടിട്ടോ എന്നിട്ട് വിളിച്ചാൽ തോന്നുന്നില്ല അത്യമാരുടെ വിളിച്ചിട്ടില്ല അങ്ങനെ പള്ളി പോയി വന്നിട്ട് അതിലാണ് ഒരു കുരിപ്പ് പുറത്ത് നോമ്പ് തുറക്കാൻ പോയാലോ അതിലേതായാലും വിളിച്ചതല്ലേ അപ്പൊ പോയോക്കാ വിചാരിച്ചു അപ്പൊ അങ്ങനെ പോയി എവിടേക്ക് എത്തിയത് അറിയാം നോളജ് സിറ്റി അപ്പൊ പൊന്നാക്കാ വിചാരിച്ചു അങ്ങനെ അടുത്ത പോകുന്ന ഏകദേശം വാങ്ങി കൊടുക്കാനൊക്കെ പിന്നെ ഒന്നും നോക്കില്ല പോയി ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിലും എത്രങ്ങാനും ആൾക്കാർ അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് വെറൈറ്റി ആയിട്ടുള്ള കാര്യം ഒരു പാത്രത്തിൽ തന്നെ 5 പേരൊക്കെ ഫുഡ് കഴിക്കട്ടെ അത് പിന്നെ വാർത്തന്റെ എക്സ്പീരിയൻസ് ചെയ്യും ആരാ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരെ കേട്ട ഫുഡ് അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടോ പിന്നെ ഒന്നും നോക്കില്ല നോമ്പൊക്കെ തുറന്നിട്ടോ ഇതൊന്നും ഒരെട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയി നിസ്കരിച്ചിട്ടോ അങ്ങനെ കുറച്ചു നിന്ന് നേരെ ഇറങ്ങിട്ടോ ഇത് നമ്മളെ കസിനാട്ടോ ഈ കുരിപ്പാട് നമ്മളെ വിളിച്ചോണ്ട് പിന്നെ അവിടുന്ന് നേരെ വെള്ളം വിളിച്ചു അടി കണ്ടോ എല്ലാം അടിച്ചു പൊളിച്ചു തോന്നുന്നുണ്ട് അതിലാണ് മാഷേ ഒരു സാധനം കണ്ടോ ഒരു റൂമിലാണെങ്കിൽ ഫുൾ ഉപ്പിലിട്ട് പിന്നെ ഒന്നും നോക്കില്ല ചറവര എടുക്കൽ തുടങ്ങി അതിനൊക്കെ എന്തോ ഒരു ടേസ്റ്റ് വരും പിന്നെ അവിടുന്ന് നേരെ വയനാട് പിന്നെ അവിടുത്തെ ചാടിച്ചു നിർബന്ധം പിന്നെ അവിടുത്തെ പോലും തീറ്റ സ്റ്റോപ്പ് ആക്കിയിട്ടില്ല ഓരോന്ന് കാണുമ്പോൾ ഒക്കെ വാങ്ങാൻ തോന്നി അപ്പുറത്തുണ്ട് അതിന് ഉപ്പിലിട്ടോ പിന്നെ അതിന് വെറുതെ പിന്നെ അവിടുന്ന് നേരെ പോയത് മമ്മിയോസ് കേട്ടോ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞത് മാനരിക്കേ അവിടുത്തെ ഏളാമാന്റെ ചെറിയൊരു കുരിപ്പുണ്ടോ 10-12 ഈ കുരിപ്പിന് ഇറങ്ങാനായിട്ടില്ല എന്നാ പിന്നെ ബാക്കി അടുത്ത് കാണല്ലേ.